നമസ്കാരം. ബിഗ് ബോസ് ഇന്നലെ ബിഗ് ബോസിന്റെ ക്യാപ്റ്റൻസി ഗെയിം തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞിരുന്നു ഫിസിക്കൽ ഗെയിം ആയിരിക്കും ആര്യനായിരിക്കും ക്യാപ്റ്റനായിട്ട് വരാൻ സാധ്യത. അതുപോലെ തന്നെ സംഭവിച്ചു. ഫിസിക്കൽ ഗെയിം ആയിരുന്നു. അഭിലാഷിന് അത് ശരിക്കും പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല, അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുപോലെ തന്നെ ഗിസേലിനും. ആര്യൻ അത് നന്നായിട്ട് ചെയ്തു. ആര്യന് ക്യാപ്റ്റൻ ആയിട്ടുണ്ട്. ഇന്ന് മുതൽ ക്യാപ്റ്റൻ എങ്ങനെയാണ് കൈമാറുന്നതെന്നൊക്കെ നമുക്ക് ഇന്നേ അറിയാൻ പറ്റുള്ളൂ. ഇതുവരെ ഒന്നും ആയിട്ടില്ല. അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടീം, ഏറ്റവും അലമ്പുണ്ടാക്കാനും ഏറ്റവും ആക്റ്റീവായിട്ടിരിക്കാനും പറ്റുന്ന ടീം എന്ന് പറയുന്നത് കിച്ചൺ ടീമാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. മറ്റവർക്കൊന്നും വലിയ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം കിച്ചൺ ടീമിലേക്ക് കയറി പറ്റാനുള്ള തത്രപ്പാടിലായിരുന്നു എല്ലാ അനുമോളും ഒക്കെ. അപ്പം ആദിലെ നൂറൊക്കെ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്, നമുക്ക് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ. പക്ഷേ ഇതിനകത്ത് വന്നിരിക്കുന്നത് ശരത് അംബാനിയാണ് ക്യാപ്റ്റൻ. അനുമോള്, ആദില, നൂറ, സരിക ഇവരൊക്കെയാണ് ടീമിനകത്ത് വന്നിരിക്കുന്നത്. അലമ്പാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതായത് ഓൾറെഡി അപ്പാനിയും അനുമോളും തമ്മിൽ ഉടക്കാണ്. അതേപോലെ തന്നെ അത്ഭുതം എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ തള്ളമാരുടെയൊക്കെ പുറകിൽ ഒട്ടി നിൽക്കുന്ന പോലെ ശൈത്യയുടെ പുറകിൽ ഇങ്ങനെ ഒട്ടി നിൽക്കുമായിരുന്നു അനുമോൾ. എൻ്റെ എല്ലാമാണെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പുറത്ത് നിന്ന് ബിന്നി പറയുന്നുണ്ട്, ഞാനും നിന്നോട് മിണ്ടിയില്ലേടി, ഞാനും അല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്നാലും അനുമോൾ അവരൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ആരുടെയും പേര്, ശൈത്യയുടെ പേര് ഒഴിച്ച് വേറെ ആരുടെയും പേര് എടുത്ത് പറഞ്ഞില്ല. പക്ഷേ ശൈത്യ എവിക്ഷനിൽ നിന്ന് മാറിയപ്പോഴേക്കും നേരെ തകിടം പറഞ്ഞു. അതായത് കലാഭവൻ സരികയുമായിട്ട് ഈ അനുമോള് പിണക്കാണല്ലോ ഓൾറെഡി. അപ്പൊ അവളുടെ ടീമിൽ ഞാൻ അങ്ങനൊന്നും അവളുടെ പെട്ട് പോയി നിന്നൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഇങ്ങനെന്നൊക്കെ പറഞ്ഞ് എന്ത് പെട്ടെന്നാണ് മനുഷ്യന്റെ സ്വഭാവം മാറുന്നത്. നമ്മൾ ഈ ഷുഗർ കോട്ടഡ് ആയിട്ടുള്ള ചില ആൾക്കാരുണ്ടല്ലോ, നമ്മുടെ തനി സ്വരൂപം നമുക്ക് മനസ്സിലാകുന്ന ഇങ്ങനെയുള്ള അവസരത്തിലാണ്. പക്ഷെ ഭയങ്കര ഒരു കളിയാവണം. ഇനിയിപ്പോൾ ഈ ആഴ്ചത്തെ കളി എന്ന് പറഞ്ഞാൽ അമ്പം കളിയായിരിക്കും ഉറപ്പായിട്ടും. അതിനകത്ത് കാരണം ഗിസേൽ ഉടക്കാൻ നോക്കിയിരിക്കുകയായിരിക്കും. കാരണം അനുമോലാണല്ലോ കിച്ചൺ ടീമിനകത്തുള്ളത്. അതുപോലെ തന്നെ ഈ കിച്ചൺ ടീമിനകത്ത് അനുമോളാണുള്ളത്. അപ്പോൾ ഉറപ്പായിട്ടും ഗിസേൽ ഉടപ്പം ഉണ്ടാക്കുന്നുള്ള കാര്യമാണ് ഉറപ്പാണ്. അങ്ങനെ ഇന്ന് ഈ ആഴ്ച മിക്കവാറും ഒരു അടി നടക്കും. പക്ഷേ അനീഷ് ഓടി നടന്ന ഇന്ന പോലൊക്കെ നിങ്ങൾ ചെയ്താൽ ഇന്ന പോലൊക്കെ പറഞ്ഞിട്ട് സംഭവങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഒരാഴ്ചത്തേക്കുള്ള പഞ്ചസാരയാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്, അങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. എന്തായാലും ഈ ആഴ്ച നടക്കാൻ പോകുന്ന അടി കണ്ടറിയാം. പക്ഷെ എന്നാലും മനുഷ്യൻ്റെയൊക്കെ മനസ്സ് നമ്മൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുള്ള കാര്യം മനസ്സിലായില്ലേ. പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് ശക്തമായ എതിർപ്പുണ്ട്. ശരിക്കും പറഞ്ഞാൽ ബിൻസി അല്ലായിരുന്നു പറഞ്ഞു വേണ്ടേ, ഈ സരികയും ഒനിയിലും ഒന്നും ഒരു ആവശ്യമില്ലാതെ തിരിച്ചു കൊണ്ടുവന്നു. അവരെ എന്തിനു തിരിച്ചു കൊണ്ടുവന്നാന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. സത്യം പറഞ്ഞാൽ അവരുടെ ഒന്നും ഒരു ആവശ്യമില്ല. അതിലും ആക്റ്റീവായിട്ടും കാര്യങ്ങൾ പറയുന്നതും ബിൻസി തന്നെയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ വോട്ടിൻ്റെ ഒരു അടിസ്ഥാനം മാത്രമാണെന്ന് തോന്നുന്നു ഇങ്ങനൊരു തകിടം മറിയൽ നടന്നത്. പക്ഷെ ഒട്ടും ഫെയർ ആയില്ലെന്നാണ് എൻ്റെ ധാരണ.